This morning, I'm trusting in the Lord to go to 1 Thessalonians chapter 2, verses 1 and 2. ഇന്ന് പ്രഭാതത്തിൽ 1 തെസ്സലോനിക്കർ എഴുതിയ ലേഖനം 2-ാം അധ്യായം 1-2 വാക്യത്തിൽ. For you yourself know, brethren, that our coming to you was not in vain. But even after we had suffered before and were spitefully treated at Philippi, as you know, we were bold in our God to speak to you the gospel of God in much conflict. ആമേൻ. സഹോദരന്മാരെ, ഞങ്ങൾ നിങ്ങളുടെ അടുക്കൽ വന്നത് വ്യർത്ഥമായില്ല എന്ന് നിങ്ങൾ തന്നെ അറിയുന്നുവല്ലോ. നിങ്ങൾ അറിയും പോലെ ഞങ്ങൾ ഫിലിപ്പിയിൽ വെച്ച് കഷ്ടവും അപമാനവും അനുഭവിച്ചിട്ടും വലിയ പോരാട്ടത്തോടെ ദൈവത്തിൻ്റെ സുവിശേഷം നിങ്ങളോട് പ്രസംഗിക്കുവാൻ ഞങ്ങളുടെ ദൈവത്തിൽ ധൈര്യപ്പെട്ടിരുന്നു. I wish I could read this whole chapter 2 to give you the full context, but if God willing, we will do it. For about few weeks, I was talking about the Thessalonian church. ഇത് 2-ാം അധ്യായം മൊത്തം വായിക്കണമെന്ന് ആഗ്രഹമുണ്ട്, അത് പറയണമെന്ന് ആഗ്രഹമുണ്ടെങ്കിലും കഴിഞ്ഞ കുറേ ആഴ്ചകളായിട്ട് നമ്മൾ തെസ്സലോനിക്ക സഭയെ പറ്റിയാണല്ലോ നാം പഠിച്ചുകൊണ്ടിരുന്നത്. And that was challenging me, and I myself went and I really heard that message again, even though I preached it, I heard, to really challenge myself, to really take that fully, wholeheartedly to myself. ആമേൻ. ഞാൻ പൂർണ്ണ ഹൃദയത്തോടെ ഈ വചനം, ഞാൻ പ്രസംഗിച്ച വചനം എന്നാൽ പോലും ഞാൻ വീണ്ടും അത് കേട്ട് അതിനെ ഏറ്റെടുക്കുവാൻ തക്കവണ്ണം ഞാൻ വീണ്ടും അത് കേട്ടുകൊണ്ടിരുന്നു. But then when I was meditating the chapter 2, all of a sudden it gives us a different picture. എന്നാൽ 2-ാം അധ്യായത്തിൽ ധ്യാനിച്ചുകൊണ്ടിരുന്നപ്പോൾ മറ്റൊരു തലത്തിലേക്കാണ് ദൈവാത്മാവ് എന്നെ കൊണ്ടുപോകുന്നത്. The first chapter is talking about a model church, a genuine church, a vibrant church, a church that the word of God go out and in everything they are so example. 1-ാം അധ്യായത്തിൽ തെസ്സലോനിക്ക സഭ ഒരു യഥാർത്ഥമായ സഭ, വളരെ ധൈര്യത്തോടെ നിൽക്കുന്ന സഭ, വചനം മറ്റുമായി പ്രസംഗിക്കുന്നതും വെളിയിലേക്ക് പറയുന്നതുമായ ഒരു സഭയെ പറ്റി, മാതൃകയുള്ള ഒരു സഭയെ പറ്റിയാണ് പറഞ്ഞത്. All of a sudden chapter 2, Apostle Paul is trying to defend himself. 2-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ തന്നെ അവിടെ ഡിഫെൻഡ് ചെയ്യുന്നതായിട്ട് നാം കാണുന്നു. And he is showing that all of these things, he is listing things based on some of the accusations against him. തന്നെ പൗലോസ് അപ്പോസ്തലനെ എതിരെ വന്നിരിക്കുന്ന ചില കുറ്റങ്ങളെ പറ്റി അത് ഡിഫെൻഡ് ചെയ്യാനാണ് ഇവിടെ ഓരോ 1-2 പറയുന്നത്. So the thing is that I just want to, we all know, but the truth is that there is no perfect church, there is no perfect minister. നമുക്കെല്ലാവർക്കും അറിയാൻ പോലെ യഥാർത്ഥമായ ഒരു എല്ലാത്തിനും തികഞ്ഞ ഒരു സഭയോ തികഞ്ഞ വ്യക്തികളോ സഭയിൽ ഉണ്ടാകണമെന്നില്ല. But even when we say that one, if we at least don't strive, the believers and the pastor, for some level of perfection, if we don't strive, we don't make a deliberate effort for that one, then we are far from our mission and calling. എന്നാലും നാം കേട്ടതുപോലെ തികവിന്റെ അനുഭവത്തിലേക്ക് ഒരു വിശ്വാസിയായിക്കോട്ടെ ശുശ്രൂഷകനായിക്കോട്ടെ അതിലേക്കൊന്ന് ഓടിയെടുക്കുവാൻ പരിശ്രമിച്ചില്ല എങ്കിൽ നാം ദൈവത്തിൽ നിന്ന് ഒത്തിരി ദൂരെ മാറി നിൽക്കുന്ന ഒരു അവസ്ഥയാണ്. One thing we can say, nobody is perfect, so I am going to go that way. That's an excuse way. ഒരുപക്ഷെ നാം ആരും തികഞ്ഞവരല്ല എന്നൊരു കാരണത്തിൽ ഒരുപക്ഷെ നമുക്ക് ഓടി മറയാൻ കഴിയും. But that's not what there is every day. The thing that needs to motivate us is Apostle said, imitate me. Christ said, then the Apostle said, imitate Christ. This has to be the path that we follow. നമ്മൾ പിന്തുടരേണ്ടത് അപ്പോസ്തലൻ പറഞ്ഞത് അപ്പോസ്തലനെ മാതൃകയാക്കുക, ക്രിസ്തുവിനെ മാതൃകയാക്കുക, ആ ഒരു രീതിയിലായിരിക്കണം നമ്മുടെ ജീവിതം പോകേണ്ടത്. So this apostle was criticized, he was challenged. Some people tried to smear his name and all of these things happening there. 2-ാം അധ്യായത്തിൽ പൗലോസ് അപ്പോസ്തലന്റെ പേര് ദുഷിക്കുന്ന രീതിയിൽ പലതും എടുത്തു പറയുന്നതായി നമുക്ക് കാണാം. Not necessarily against his message, but then they were attacking the messenger. ആ ദൂതനെ പറ്റിയല്ല, എന്നാൽ ആ സുവിശേഷകനെ പറ്റിയാണ് അവരെല്ലാം പറയാൻ തുടങ്ങിയത്. But when you attack the messenger,
indirectly it affects the message. നിങ്ങൾ ഒരു സുവിശേഷകനെ ആക്രമിക്കാൻ തുടങ്ങുമ്പോൾ, ദുഷിക്കുവാൻ തുടങ്ങുമ്പോൾ, അവരുടെ ദൂതനെ തന്നെയാണ് അത് ദുഷിക്കുവാൻ കാരണമാകുന്നത്. So we can see that one side it is a model church, but that doesn't really prevent this kind of things coming into them. ഒരു മാതൃകാ സഭയെ പറ്റിയാണ് നാം പറയുന്നതെങ്കിൽ പോലും ഈ കാര്യങ്ങളൊക്കെ അതിൽ നിന്ന് മാറി നിൽക്കുന്നതായിട്ട് നാം തോന്നുന്നില്ല. The moment that we try to do something for the Lord and try to take a firm stand, the Satan will begin the fierce attack against us. ദൈവത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്യുവാൻ നിൽക്കുമ്പോഴാണ് പിശാച് ആ ഒരു ഭീതിയോടുള്ള ഒരു ആക്രമണം ഇടുവാൻ തുടങ്ങുന്നത്. And he will begin to spread the seeds of doubts or whatever the method he can use. പിശാചിന് കഴിയുന്ന തരത്തിലുള്ള എല്ലാ വിധങ്ങളും സംശയത്തിന്റെ നിഴലുകളെല്ലാം ആ പിശാച് ഇടുവാൻ തുടങ്ങും. The thing what he intending to do is to really somehow diminish or somehow prevent the forward movement, the growth of the church. Somehow you want to put a clamp on it. മുമ്പോട്ട് പോകുന്ന സഭയ്ക്ക് മങ്ങലേൽപ്പിക്കുന്ന തരത്തില് എന്തെങ്കിലും ഇടുക എന്നുള്ളതാണ് പിശാചിന്റെ ഏറ്റവും തന്ത്രം എന്ന് പറയുന്നത്. So here Apostle Paul, you might think that he's trying to say things. I don't really believe that he cared about him so much that he had to defend. അവനെ പറ്റി ഇതിനെ എതിർത്ത് നിൽക്കാൻ തക്കവണ്ണം എന്തെങ്കിലും ചെയ്യണമെന്ന് എനിക്ക് തോന്നുന്നില്ല. I believe he is trying some of the things to really establish the people, the new church, to say that listen, these are some of the facts that you need to remember. വസ്തുതകൾ എന്താണെന്ന് ചിലത് നിരത്തി വെച്ച് ആ സഭയോട് വിളിച്ചു പറയുന്നതാണ് രണ്ടാം വാക്യത്തിലൂടെ കാണുന്നത്. So I see that Apostle Paul is pouring out his heart in front of these people. ഈ തന്റെ മുമ്പിലായിരിക്കുന്ന ജനത്തിനു മുമ്പ് അതിനെ ഹൃദയത്തെ പകരുന്ന ഒരു അവസ്ഥയാണ് നമ്മൾ ഈ വാക്യത്തിൽ കൂടെ കാണുന്നത്. From his words we will learn some of the qualities. ഇവിടെ ഈ വചനത്തിൽ നിന്ന് ആ അപ്പോസ്തലന്റെ ഗുണഗണങ്ങൾ നമ്മൾ തിരിച്ചറിയുന്നുണ്ട്. So I kind of meditated this thing. Conveniently, I could just skip it because a lot of this thing is talking about the minister, the pastor. ഒരു ശുശ്രൂഷകന്റെ ശുശ്രൂഷയെ പറ്റി ആയതുകൊണ്ട് ഒരു പക്ഷേ എനിക്കിത് മാറ്റി വെച്ചിട്ട് അടുത്തതിലേക്ക് പോകാമായിരുന്നു. But we need to know what is the authentic quality of a minister. ഒരു ശുശ്രൂഷകന്റെ യഥാർത്ഥമായ ഗുണങ്ങൾ എന്താണെന്ന് നമ്മൾ തിരിച്ചറിയണം. It is one thing to have in order to have a model church, you have to have a model minister also. ഒരു മാതൃക സഭ ആകണമെങ്കിൽ അതിനകത്ത് ഒരു മാതൃകയുള്ള ഒരു ശുശ്രൂഷകനും ഉണ്ടായിരിക്കണം. And for that one the minister has to have certain qualities. അതിനകത്തെ ശുശ്രൂഷന് ചില ഗുണങ്ങൾ ഉണ്ടായിരിക്കണം. One of the thing is to be a godly man is a very difficult thing. ഒരു ദൈവത്തിന്റെ പൈതലാകുന്നത് വളരെ വളരെ പ്രയാസകരമായിട്ടുള്ള കാര്യം. To be an authentic minister, to be a sincere minister, to be a minister of integrity is not easy. ആത്മാർത്ഥതയുള്ള സത്യസന്ധതയുമായിട്ടുള്ള ഒരു ശുശ്രൂഷനാകുന്നത് അത്ര പ്രയാസമുള്ള കാര്യമാണ്. The psalmist cried out like this in Psalms 12 verse 1. He said, Lord, when I'm looking, the godly, the faithful are disappearing very quickly. സങ്കീർത്തനത്തിൽ നോക്കുമ്പോൾ 12-ാം അധ്യായം 1-ാം വാക്യത്തിൽ വിശ്വസ്തന്മാര് ഭക്തന്മാര് ഇല്ലാതെ പോകുന്നു, കുറഞ്ഞിരിക്കുന്നു എന്ന് പറയുന്നു. One translation put it this way, said, Lord, even a decent man is really not to be seen. ഒരു യഥാർത്ഥമായ ഒരു നല്ലൊരു മനുഷ്യൻ പോലും എനിക്കത് കാണുവാൻ കഴിയുന്നില്ലല്ലോ എന്ന് മറ്റൊരു വേർഷനിൽ പറയുന്നുണ്ട്. So that means I'm also in that group that we are becoming an extinct, meaning it's a disappearing from this thing. Where are the faithful? ആമേൻ. ഇവിടെയൊക്കെ നോക്കുമ്പോൾ ഞാനും അതിനെ ഉൾക്കൊള്ളുന്നല്ലോ എന്ന് ചിന്തിച്ചിട്ട് എവിടെയാണ് ആ വിശ്വസ്തന്മാരെയൊക്കെ കാണുന്നത്? So today the goal is Apostle Paul is defending some of the things, but I am seeing the true heart of a minister. ആമേൻ. ഇവിടെ പൗലോസ് അപ്പോസ്തലൻ ചിലതൊക്കെ പ്രതികരിക്കുന്നു എങ്കിലും ഒരു യഥാർത്ഥമായ ഒരു മനുഷ്യന്റെ ഹൃദയമാണ് ഇതിൽ കൂടി നാം കാണുന്നത്. A transparent life. ഒരു ട്രാൻസ്പെറന്റ് ആയിട്ടുള്ള ഒരു ജീവിതമാണ് എടുത്തു കാണിക്കുന്നത്. He has nothing to hide. ഒന്നും മറച്ചു വെക്കാനില്ലാത്ത ഒരു അപ്പോസ്തലൻ. And he is saying to the people, look,
these are some of the things about my life. എൻ്റെ ജീവിതത്തിൽ ഇതൊക്കെയാണ് സംഭവിച്ചതെന്ന് അവരോട് വിളിച്ചു പറയുന്നു. So this morning, when I bring this thing, this talk about me and talk about any one of you who wants to be in the ministry. ഒരു ശുശ്രൂഷയിലായിരിക്കണമെങ്കിൽ ഇത് ഒരു പക്ഷേ ഇത് തന്നെ ആയിരിക്കാം എന്റെയും നിങ്ങളുടെയും ജീവിതത്തിലൂടെ ഭവിക്കുന്നത്. Every time if you want to be in the ministry, the first thing we need to understand that you will not escape criticism. ഒരു ശുശ്രൂഷയിലായിരിക്കുന്ന ഞാനും നിങ്ങൾ എപ്പോഴും നിങ്ങൾക്ക് ഒരു ക്രിറ്റിസിസം നിങ്ങളുടെ ജീവിതത്തിൽ If you want not to be criticized, fold this thing and just do something else. വിമർശനത്തിന് വിധേയമാകണ്ട എങ്കിൽ ഇത് നിങ്ങൾ മടക്കി വെച്ചിട്ട് നിങ്ങൾ മറ്റെന്തെങ്കിലും ചെയ്യാൻ പോവുക. Just for the kids to kind of bring a little bit of fun. In American church, two senior members of the church went to the pastor. ആമേൻ. ഈ ഇവിടെ ആയിരിക്കുന്ന കുഞ്ഞുങ്ങളോട് പറയുന്നുണ്ട്, ഇവിടുത്തെ ആയിരിക്കുന്ന അമേരിക്കൻ സഭയിൽ രണ്ട് മുതിർന്ന ശുശ്രൂഷകർ. Not this church, in one church, two senior people went to the pastor. മുതിർന്ന സഭയിലുള്ള മുതിർന്ന പൗരന്മാർ ആ പാസ്റ്ററിന്റെ അടുത്തേക്ക് പോകും. And they said, Pastor, we thought more about it and we think you need to step aside. പാസ്റ്റർ, ഞങ്ങൾ ഒത്തിരി ചിന്തിച്ചിട്ട് പാസ്റ്റർ ഇവിടുന്ന് മാറി നിൽക്കണമെന്ന് ഞാൻ ചിന്തിക്കുന്നു. Because things are not going correct and we feel that we prayed about it, you need to step aside. ഞങ്ങൾ ഒത്തിരി നേരം പ്രാർത്ഥിച്ച് ഞങ്ങൾക്ക് ഞങ്ങളുടെ കാഴ്ചപ്പാടിൽ നിങ്ങൾ പാസ്റ്റർ ഇതിൽ നിന്ന് മാറി നിൽക്കണമെന്ന് പറഞ്ഞു. So the pastor said, no problem, let me pray about it. അത് കുഴപ്പമില്ല, അത് കേട്ട് കഴിഞ്ഞിട്ട് അത് കുഴപ്പമില്ല, ഞാൻ എന്നാൽ ഇത് ഈ വിഷയത്തെ പറ്റി പ്രാർത്ഥിക്കട്ടെ എന്ന് പറഞ്ഞു. Let me also pray and see what God speaks to me. ഞാനും പ്രാർത്ഥിച്ച് എന്താണ് ദൈവം ഇതിൽ കൂടി തരുന്നതെന്ന് ഞാൻ നോക്കട്ടെ എന്ന് പറഞ്ഞു. So 1 week pastor passed by and the following week they came and asked the pastor, Pastor, did you pray about it? ഒരാഴ്ചയ്ക്ക് ശേഷം അവർ വീണ്ടും പാസ്റ്ററിന്റെ അടുത്തേക്ക് വന്നിട്ട് ചോദിച്ചു, പാസ്റ്റർ ഈ കാര്യത്തെ പറ്റി അങ്ങ് പ്രാർത്ഥിച്ചോ? Pastor said, yeah, I prayed about it. ഞാൻ അതിനെ പറ്റി പ്രാർത്ഥിച്ചു എന്ന് പറഞ്ഞു. And they asked, what did the Lord say? എന്താണ് കർത്താവ് അരുളി ചെയ്തത്? The pastor said, the Lord told me that he never heard of two of you. കർത്താവ് നിങ്ങളുടെ രണ്ടുപേരുടെയും പ്രാർത്ഥന കേട്ടില്ല. No, the brother, the God never even heard of them. God even doesn't know who they are. അവർ ആരാന്ന് പോലും തിരിച്ചറിയുന്നില്ല എന്ന് പറഞ്ഞു. That's sometimes that happens. ഇതൊക്കെയാ ചില സമയങ്ങളിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. Ministry is not an easy thing. ഒരിക്കലും ശുശ്രൂഷ ഈസി ആയിട്ട് പോകുന്നതല്ല. It is a very noble thing to do, but it doesn't matter what type of ministry you will be doing. And if you want to do it sincerely, I want to warn you this morning that expect that some kind of criticism, accusation, whatever the devil can throw against you, he will do it. ശുശ്രൂഷയിലായിരിക്കുമ്പോൾ നിങ്ങൾക്ക് വിമർശനങ്ങൾ ഉണ്ടാവും, കുറ്റാരോപണങ്ങളൊക്കെ ഉണ്ടാകും. ഇതൊക്കെ നിങ്ങൾ പ്രതീക്ഷിച്ചുകൊണ്ട് ആയിരിക്കണം ശുശ്രൂഷയിൽ നിൽക്കേണ്ടത്. The first person that we have to remember is our Lord Jesus Christ. ആദ്യമായി നമ്മുടെ കർത്താവിനെയാണ് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കേണ്ടത്. He stepped out of the royal glory from the Father's side and came to this world to put himself on the spotlight, to be scrutinized, to become vulnerable for criticism and accusation. ആമേൻ. ആ കർത്താവായ യേശു ക്രിസ്തു ആ രാജകീയ മഹത്വത്തിൽ നിന്ന്, പിതാവിന്റെ വലഭാഗത്തിൽ നിന്ന് രാജകീയ മഹത്വത്തിൽ നിന്ന് ഇഹത്തിലേക്ക് വന്ന് മറ്റുള്ളവരാൽ നിശ്ചിതമായി വിമർശിക്കുവാൻ തക്കവണ്ണം, അവരെ സൂക്ഷ്മ പരിശോധനയ്ക്ക് വിധേയനാക്കുവാൻ തക്കവണ്ണമാണ് ഇഹത്തിലേക്ക്. The ultimate wisdom of God, when he come, if he went through that road, that travel through the road, who am I? Who are we that we expect that the ministry has to be completely rosy bed in front of us? ആ കർത്താവിന് ഈ പാതയിൽ കൂടി എല്ലാം കഷ്ടതയിൽ കൂടി കടന്നു പോകാൻ പിന്നെ നമുക്ക് എന്തുകൊണ്ട് ഈ പാതയിൽ കൂടി കടന്നു പോകുന്നുള്ള ബുദ്ധിമുട്ട്? Apostle Paul, they said, don't pay attention to this man. He is here to waste your time. That's what the people over there accused him. പൗലോസ് വാക്ക് കേൾക്കണ്ട എന്നുള്ളൊരു വാക്കാണ് തെസ്സലോനിക്ക സഭ പറഞ്ഞത്. Yeah, not the church inside people. His enemies were saying that don't listen to this man. He is here to waste your time. അവൻ ഇവിടെ ആയിരിക്കുന്നത് നമ്മുടെ സമയം പാഴാക്കാനാണ് അവന്റെ ശത്രുക്കൾ വിളിച്ചു പറയുന്നതായി കാണുന്നു. So apostle starting saying that Thessalonians, you know that I did not come there and the time was
was not a waste at all. ഞാൻ നിങ്ങളുടെ അടുക്കലേക്ക് വന്നത് നിങ്ങളുടെ ഇടയിൽ സമയം ചെലവഴിച്ചത് ഒരു പാഴായിട്ടുള്ളതല്ല എന്ന് പറയുന്നു. Then he is telling them, you know, if you read this chapter, 2 verses 1, 2 verses 2 to 5, all, he said, you are the witnesses, you know, as you have seen, as my life has been seen by you. He is repeatedly saying അവൻ that. രണ്ടാമത്തെ മൊത്തത്തിൽ നോക്കുമ്പോൾ പല പ്രാവശ്യം നിങ്ങൾ അറിയുന്നുണ്ടല്ലോ, നിങ്ങൾ കാണുന്നുണ്ടല്ലോ, അറിഞ്ഞതാണല്ലോ എന്ന് പല പ്രാവശ്യം തെസ്സലോനിക്ക സഭയോട് പൗലോസ് അപ്പോസ്തലൻ എടുത്തെടുത്ത് പറയുന്നു. So he is really pouring his heart over തന്റെ there. ഹൃദയം അവരുടെ മുമ്പിലേക്ക് പകർന്നിരിക്കുന്ന ഒരു അവസ്ഥയാണ് കാണുന്നത്. One thing we need to know about the ministry is, as a minister, if we are called, we need to really have a different mindset. നമ്മൾ ശുശ്രൂഷയിലായിരിക്കുമ്പോൾ മറ്റൊരു മാനസിക അവസ്ഥയിലായിരിക്കേണ്ടത്. He is saying that I did not come to you and it was not a waste, because you know what happened to me in Philippi. ആമേൻ. ഞാൻ നിങ്ങളുടെ അടുക്കൽ വന്നത് വ്യർത്ഥമായില്ല. നിങ്ങൾക്ക് എനിക്ക് ഫിലിപ്പിയിൽ സംഭവിച്ചത് എന്തെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ. I went to Philippi with a calling. ഞാൻ ഒരു വിളിയോടുകൂടിയാണ് ഞാൻ ഫിലിപ്പിയിലേക്ക് എത്തിയത്. But I have been spitefully, that means I have been roughly mistreated over there. അവിടെ എന്നെ നന്നായി പീഡനങ്ങൾ അനുഭവിക്കുന്ന ഒരു അവസ്ഥയായിരുന്നു ഉണ്ടായത്. I was a Roman soldier. I am a Roman soldier. a Roman citizen, and I have certain rights, but they violated even that one, and they mistreated me without any side that they didn't even hear me. ഒരു റോമ പൗരന്റെ അവകാശം എനിക്ക് ഉണ്ടായിട്ട് പോലും അതൊന്നും വകവയ്ക്കാതെ എന്നെ വളരെ അധികം നിശിതമായി പീഡനത്തിൽ കൂടി കടന്നു വിട്ടതല്ലേ. But then I suffered so much there. വളരെ അധികം കഷ്ടതയിൽ കൂടി ഞാൻ അവിടെ കടന്നുപോയി. But then I traveled to you to Thessalonica. ഞാൻ എന്നിട്ട് അവിടെ നിന്നുമാണ് തെസ്സലോനിക്കയിലേക്ക് ഞാൻ കടന്നു വന്നത്. Because I had a passion for you. എനിക്ക് നിങ്ങളെ പറ്റി വളരെയധികം ആഗ്രഹം. I was concerned about the lost souls. ഞാൻ നഷ്ടപ്പെട്ട ആത്മാവിനെ പറ്റി എന്റെ ഉള്ളിൽ വേദനയുണ്ടായിരുന്നു. If I had nothing else, I did not come to you because I have nothing else to do. എനിക്ക് മറ്റൊന്നും ചെയ്യാതിരിക്കാനില്ലാത്തതുകൊണ്ടല്ല ഞാൻ നിങ്ങളുടെ അടുക്കലേക്ക് വന്നത്. I came to you because I love you. ഞാൻ നിങ്ങളെ സ്നേഹിച്ചത് കൊണ്ട് മാത്രമാണ് നിങ്ങളുടെ അടുക്കലേക്ക് വന്നത്. I mean, because I was willing to walk that extra mile that I can come to you. ഞാൻ അധിക ദൂരം വന്ന് നിങ്ങളുടെ അടുക്കലേക്ക് വരുവാൻ തക്കവണ്ണം ഞാൻ ശ്രമിച്ചുകൊണ്ടിരുന്നത്. This is the only thing that I want to bring it to you, that if you are a minister of God, or if you want to do some ministry, that we must be willing to walk that extra mile that others may not walk. ഒരു ദൈവത്തിന്റെ ശുശ്രൂഷകനും ശുശ്രൂഷയിലായിരിക്കും നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ മറ്റുള്ളവരിൽ അധികമായി നിങ്ങൾക്ക് അധിക ദൂരം നിങ്ങൾ നടക്കുവാൻ ഓടുവാൻ. When we step into ministry, people expect a higher standard from us. നിങ്ങളൊരു ശുശ്രൂഷയിലേക്ക് കാലെടുത്ത് വെക്കുമ്പോൾ നിങ്ങളിൽ നിന്ന് അധികമായ ഒരു സ്റ്റാൻഡേർഡ് ആണ് മറ്റുള്ളവർ. That's very natural, that is expected, that's given, we cannot escape that one. ആ ശുശ്രൂഷയിലായിരിക്കുമ്പോൾ അത് പ്രതീക്ഷിക്കുന്നതാണ്. അതിൽ നിന്ന് നിങ്ങൾക്ക് ഒഴിഞ്ഞു മാറാൻ കഴിയത്തില്ല. I mean, then we must be walking a path that others may not be there with us. നിങ്ങൾ നടക്കുന്ന ആ പാത എന്ന് പറയുന്നത് മറ്റുള്ളവർ പക്ഷേ ആ പാതയിൽ കൂടി ആയിരിക്കത്തില്ല നടക്കുന്നത്. Apostle Paul, if you look at, he is pouring out his heart and saying, I walked a walk that that is worthy of my call. അവൻ എന്റെ വിളിക്ക് യോഗ്യതയ്ക്ക് ഒത്തവണ്ണമാണ് ഞാൻ ആ പാതയിൽ കൂടി നടന്നത്. I walked that extra mile for you. ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഈ അധിക ദൂരം നടന്നത്. I am not boasting about it, but that's what I did. എന്നെ പറ്റി പുകഴ്ത്തിയല്ല പറയുന്നത്, എന്റെ ജീവിതത്തിൽ സംഭവിച്ചു നടന്നതുമാ പറയുന്നത്. Hallelujah. That's what this morning we want to think about ഈ it. പ്രഭാതത്തിൽ അതാണ് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നത്. Satan might attack us. നമ്മുടെ പിശാച് നമ്മളെ ആക്രമിച്ചുകൊണ്ടിരിക്കും. We may have to go through much affliction in our life. പല കഷ്ടതകൾ നമ്മുടെ ജീവിതത്തിൽ കടന്നുകൊണ്ടിരിക്കാം. Things might come into our life that we never expected. അപ്രതീക്ഷിതമായി പലതും നമ്മുടെ ജീവിതത്തിൽ കടന്നു വന്നിരിക്കാം. But we must be ready to walk the walk, that extra mile. അധിക ദൂരം എന്തൊക്കെ സംഭവിച്ചാലും അധിക ദൂരം നടക്കുവാൻ നമ്മൾ റെഡി ആയിരിക്കണം. We must be going into a path that may not be that will be out of our comfort zone. നമ്മുടെ സുഖലോലുപതയിൽ നിന്ന് അധിക ദൂരം ഇറങ്ങി തിരിച്ച് അധിക ദൂരം നടക്കാൻ നാം ശ്രമിക്കണം. We may to walk a path that we have not traveled before. ഇതുവരെ നടന്നിട്ടില്ലാത്ത ഒരു പാതയിൽ നിന്ന് മാറി മറ്റൊരു പാതയിൽ കൂടി നാം നടക്കേണ്ടിയിരിക്കുന്നു. That path you probably may be alone for some time. ആ പാതയിൽ കൂടി പോകുമ്പോൾ ഒരുപക്ഷെ നിങ്ങൾ ഏകയായി തോന്നാം. That is a path sometimes the God may be silent. ആ സമയത്ത് ഒരുപക്ഷെ ദൈവം പോലും നിശബ്ദനായി നോക്കിക്കൊണ്ടിരിക്കാം. But you must walk that extra mile. എന്നാൽ നിങ്ങൾ ആ പാതയിൽ കൂടി പോയേ മതിയാകൂ. And when you go through that path, that's where the ministry success is. ആ പാതയിൽ കൂടി പോകുമ്പോഴാണ് നിങ്ങളുടെ ശുശ്രൂഷ ഒരു ജയോത്സവമായി പോകുന്നത്.
But for us it is very challenging. നമുക്കിത് പലപ്പോഴും വെല്ലുവിളിയായി It തോന്നിയേക്കാം. will be very daunting task for us, for me also to walk through some path. ഇങ്ങനെയുള്ള പാതകൾ നടക്കുമ്പോൾ പലപ്പോഴും നമ്മുടെ മനസ്സിനെ വേട്ടയാടിക്കൊണ്ടിരിക്കുന്ന അവസ്ഥയായിരിക്കാം. But everywhere we think in the Bible, when God used some effective ministers, they had a path they traveled that they never traveled before. തിരുവചനത്തിൽ കൂടി നോക്കുമ്പോൾ പല ശുശ്രൂഷകന്മാരെ അവർ അതുവരെ ചലിക്കാത്ത, നടക്കാത്ത, ഓടാത്ത പാതയിൽ കൂടിയാണ് ദൈവം നടത്തിക്കൊണ്ടുവന്നത്. Some difficult path forward. പ്രയാസകരമായ പാത നമ്മുടെ മുമ്പിലുണ്ട്. Unclear path. അൺക്ലിയർ ആയിട്ടുള്ള പാതകളായിരിക്കാം നമ്മുടെ മുമ്പിലുള്ളത്. God called Joshua to lead the people after Moses. ആ മോശയ്ക്ക് ശേഷം യോശുവയെയാണല്ലോ വിളിച്ചു വേർതിരിച്ചത്. I mean, he was told that now you're going to be the leader. നീ ആയിരിക്കും ഇവരെ നയിക്കേണ്ടതെന്ന് യോശുവയോട് Till പറയുന്നു. now he has been under the shadow of Moses and doing whatever Moses tell him to do. ഇതുവരെ മോശയുടെ നിഴലിൻ കീഴിലായവൻ മോശ പറയുന്നത് ഇതുപോലെ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു All of a sudden God said, you go, I will be with you. ഇപ്പോൾ ദൈവം പറയുന്നു നീ പോ, ഞാൻ നിന്നോട് കൂടെ ഉണ്ടാകും. He was so afraid. വളരെയധികം ഭയത്തോടെ ആയിരിക്കുന്ന വ്യക്തി. That's why God said, be, and 2 times he said, be courageous and strong. നീ ധൈര്യപ്പെട്ട് നീ ബലപ്പെട്ടിരിക്കുക എന്ന് 2 പ്രാവശ്യം ദൈവം അവനോട് പറയുന്നു. But imagine yourself into the shoe and say, it is easy to hear that one, but a large group of people and facing the enemy territory. കേൾക്കുവാൻ ഈസി ആയിട്ട് തോന്നുമെങ്കിലോ ഒരു ശത്രുവിന്റെ പാതയിലേക്ക്, ഒരു ശത്രുവിന്റെ തളത്തിലേക്ക് കയറുമ്പോൾ The first thing he had to face was the Jordan River. അവിടെ ഒരു യോർദാൻ നദി ഉണ്ടായിരുന്നു. Amen. And then he asked God, and God gave him some direction, and they all traveled through. ദൈവത്തോട് ചോദിച്ച യോർദാൻ കടക്കുവാൻ തക്കോണം ദൈവം അവരെ ഏൽപ്പിച്ചു. And then he came in front of the way big city. അവിടെയാണ് അവർ ആ വലിയൊരു പട്ടണത്തിന് മുമ്പാകെ വന്നത്. I mean, I'm saying in very summary, and he came in and looked at the Jericho wall. ആ യെരിഹോ മതിലിന്റെ മുമ്പാകെ വന്ന് അവർ നോക്കിക്കൊണ്ടിരുന്നു. Oh, he saw the people to camp over there. അവിടെ പുറകോട്ട് നോക്കിയപ്പോഴത്തെ ജനം അവിടെ ക്യാമ്പ് ചെയ്തിരിക്കുന്നു. But as a leader, he doesn't know what to do. എന്ത് ചെയ്യണമെന്ന്, ഒരു നേതാവ് എന്ന രീതിയിൽ എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. He doesn't have these people are not coming with the bulldozers and patent tanks. He doesn't know what to do. എന്ത് ചെയ്യണമെന്ന് അറിയാതെ ഒരു ജനത്തിന് നിസ്സഹായരായിരിക്കുന്ന ഒരു അവസ്ഥ. I mean, that previous night we see chapter 5 in the evening time, Joshua, when people are all resting in the camp, he went and he was looking at the big wall of the Jericho. രാത്രികാലക്ക ജനങ്ങളെല്ലാം അവിടെ വിശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ യോശുവ മാത്രം ഏകനായി വന്ന ആ യെരിഹോ മതിലിനെ നോക്കിക്കൊണ്ടിരുന്നു. And what are all the things, I don't know what are all the things going through his mind. അവൻ എന്തൊക്കെയാണോ ആ മനസ്സിൽ കൂടി കടന്നുപോയെന്ന് എനിക്കറിയത്തില്ല. Lord, am I going to be look like a fool in front of 2 people, the enemy tomorrow? What do I do to really bring this thing down? ആ മതിലിന്റെ നേരെ നോക്കി ദൈവത്തോട് വിളിച്ചു പറഞ്ഞു, ദൈവമേ ശത്രുക്കളുടെ മുമ്പാകെ ഞാൻ ഒരു മാടകനായി പോകാൻ പോവുകയാണോ? I have never traveled this path before. ഞാൻ ഇങ്ങനെയുള്ള ഒരു വഴിയിൽ കൂടി വന്നിട്ടില്ലല്ലോ. I don't know what to do. ഞാൻ എനിക്ക് എന്ത് ചെയ്യണമെന്ന് എനിക്ക് അറിയത്തില്ല. All of a sudden he saw a man coming in front of him. പെട്ടെന്ന് തന്നെ ഒരു വ്യക്തി തന്റെ മുമ്പാകെ നിൽക്കുന്നത് കണ്ടു. He looked like a soldier in front of him. ഒരു സൈന്യാധിപനെ പോലെ അവന്റെ മുമ്പാകെ He നിൽക്കുന്നു. got a little bit scared and said, who are you? നീ ആരാകുന്നു എന്ന് ഭയത്തോടെ അവനോട് ചോദിക്കുന്നു. And the answer came like this. ഇങ്ങനെയാണ് ഉത്തരം മറുപടി പറഞ്ഞത്. I mean, immediately he said, are you with that side or this side? നീ എന്റെ പക്ഷക്കാരനോ നീ മറുപക്ഷക്കാരനോ എന്ന് ചോദിക്കുന്നു. The answer came like this. ഇങ്ങനെയാണ് മറുപടി അവനോട് പറഞ്ഞത്. I am the commander in chief of the Lord's army. ഞാൻ ദൈവ സൈന്യത്തിന്റെ കമാൻഡർ ഇൻ ചീഫ് ആണ്. Hallelujah. I came down to lead the battle. ഞാൻ ഈ യുദ്ധം നയിക്കുവാനാണ് ഈ ഘട്ടത്തിലേക്ക് വന്നത്. Hallelujah. Joshua, you are here by yourself. ജോഷുവ നീ തന്നെയായി ഇവിടെ ആയിരിക്കുന്നു. Amen. But I came for you. ആമേൻ. നിനക്ക് വേണ്ടിയാണ് ഈ ഘട്ടത്തിലേക്ക് വന്നത്. Hallelujah. The people don't know about that one. അവിടെ ആയിരിക്കുന്ന ജനത്തിന് ഇത് അറിയത്തില്ല. They are all sleeping comfortably. വളരെ ശാന്തതയോടെ അവർ ഉറങ്ങി. But if you are a minister, if you are called for a purpose, നീ ഒരു ശുശ്രൂഷകനാ, നീ ഒരു ലക്ഷ്യത്തിന് വേണ്ടി വിളിച്ചു വേർതിരിച്ചതല്ലേ. when you challenged with such a task, നീ ഇങ്ങനെയുള്ള വലിയൊരു ടാസ്കിന് വേണ്ടി നീ വെല്ലുവിളി, when you don't know what to do, എന്ത് ചെയ്യണം അറിയാത്തൊരവസ്ഥയിലാണോ നീ? who send you to this one? ഇവിടേക്ക് നിന്നെ ആരാണ് അയച്ചിരിക്കുന്നത്? He knows to send the chief captain for your rescue. നിന്നെ രക്ഷിക്കുവാൻ തക്കവണ്ണം സ്വർഗ്ഗത്തിലെ സൈന്യത്തിന്റെ അധിപതിയാണ് ഇവിടെ അയച്ചിരിക്കുന്നത്. Hallelujah. Glory to God. Amen.
Amen. Joshua Yes. got a company now. അപ്പോഴാണ് യോശുവയ്ക്ക് ഒരു കമ്പനി, ഒരു സഹയാത്രികൻ കൂടെ ആയിരിക്കുന്നു. Amen. The next day they are all going. അടുത്ത ദിവസം അവർ എല്ലാവരും മുമ്പോട്ട് ഓടിപ്പോയി. We all read that Joshua and the people marched and the wall came down. യെരിഹോ മതിലിന് ചുറ്റാകെ യോശുവയും ജനവും ചുറ്റിയപ്പോൾ മതിൽ ഇടിഞ്ഞ് താഴെ വീണു. But something the people don't know. എന്നാലോ ജനത്തിന് അറിയാത്ത ചിലത് അവിടെ നടന്നു. The leader know there was somebody came last night to me. എന്നാൽ തലേ രാത്രിയിൽ ആ നേതാവിനോടൊപ്പം ഒരുവൻ വന്നു എന്ന് ആ നേതാവിന് മാത്രമേ അറിയൂ. This is the ministry God is talking about. ആ ശുശ്രൂഷയാണ് ദൈവം ഇന്ന് പ്രഭാതത്തിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. When you stand alone in some place, ചില സ്ഥലങ്ങളിൽ നിങ്ങൾ when you stand face a challenge regards to the ministry, ശുശ്രൂഷ ചില വെല്ലുവിളികൾ നേരിട്ടുകൊണ്ടിരിക്കുമ്പോൾ people with you may not see it. കൂടെ നിൽക്കുന്ന ജനമൊരു പക്ഷേ അത് കാണത്തില്ല. Amen. God knows He has to send somebody for you. Hallelujah. ദൈവത്തിന് അറിയാം ഈ സമയത്ത് ചിലതിനെ അയക്കുവാൻ തക്കവണ്ണം. And He is not going to send an ordinary one. ഒരു സാധാരണ മനുഷ്യനെ അല്ല അവിടെ അയക്കുന്നത്. Amen. He knows the wall is so big. ആമേൻ. ഈ മതിൽ വലിയ വലുതാണെന്ന് ദൈവം തിരിച്ചറിഞ്ഞു. So He didn't send just an angel. ആമേൻ. ഒരു സാധാരണ ദൂതനെ അല്ല അവിടെ He അയച്ചത്. sent the commander in chief of the army. Oh, സൈന്യത്തിന്റെ അധിപതി. Hallelujah, glory. Yes. My Lord knows me. ആമേൻ. നമ്മുടെ അവസ്ഥകളെ നന്നായി അറിയുന്ന കർത്താവ്. Amen. Somebody might not know, but He knows. മറ്റുള്ളവർക്ക് അറിയത്തില്ലെങ്കിലും സർവശക്തനായ ദൈവം അത് നന്നായി അറിയുന്നു. Don't worry about the path you are traveling. നിങ്ങൾ കടന്നു പോകുന്ന പാതയെ ഓർത്ത് നിങ്ങൾ വിഷമിക്കണ്ട. Joshua, when you stand out there, if you say, Lord, I don't know what to do, and if you go back, nobody will come with you. എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് മടങ്ങിപ്പോയാൽ നിന്റെ കൂടെ ആരും ഉണ്ടാവത്തില്ല. Amen. Praise God. Ministry belongs to God, and the minister belongs to God, and He knows what the minister needs. നിങ്ങൾ കൽപ്പിച്ചിരിക്കുന്ന ശുശ്രൂഷ ദൈവത്തിൻ്റെതാണ്, ശുശ്രൂഷ ദൈവത്തിൻ്റെതാണ്. നിങ്ങൾക്ക് വേണ്ടി ആക്കുവാൻ തക്ക സഹായിപ്പാൻ തക്കണം ദൈവത്തിന് അറിയുകയും ചെയ്യാം. Hallelujah, glory to God. Oh, Yes. Yes. Amen. praise God. God's Holy Spirit is saying to the church, ആമേൻ. ഈ സഭയോട് പരിശുദ്ധ വ്യക്തമായി വിളിച്ചു പറയുന്നത്, some of the difficult times ahead of you, don't be discouraged. God will send the right help, the right person to battle for. Oh, Sharaba Handal. Amen. Oh, glory to God. Yes, Lord. Yes. God will send the right person and the right people to battle for you. The something that you are not able to do by yourself. You have a help, and it is, amen, divinely appointed and sent by God. ആമേൻ. ദൈവം വ്യക്തമായി വിളിച്ചു പറയുന്നു, പരിശുദ്ധാത്മാ വിളിച്ചു പറയുന്നത്, Yes. മുമ്പോട്ട് നടക്കുവാൻ കഴിയാതെ വെല്ലുവിളികളാൽ നിങ്ങൾ പ്രയാസത്തോടെ ആയിരിക്കുന്നെങ്കിൽ സർവശക്തനായ ദൈവം ആ തക്ക സമയത്ത് നിങ്ങൾക്ക് വേണ്ടി കൽപ്പിച്ചാക്കിയിരിക്കുന്ന ഒരു വ്യക്തിയുണ്ട്. Last Friday, in one of the zone meeting, we heard about Mary. സോൺ മീറ്റിംഗിൽ കഴിഞ്ഞ വെള്ളിയാഴ്ചകളിൽ നമ്മൾ മേരിയെ പറ്റി കേട്ടതല്ലേ? I mean, we all know the story. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ സ്റ്റോറി അറിയാമല്ലോ. And she was asked to do something. She was asked to travel a road that she has never traveled. ഇതുവരെ തന്റെ ജീവിതത്തിൽ കടന്നു പോകാത്ത അവസ്ഥയിൽ കൂടിയല്ലേ മേരി കടന്നു പോകുന്നത്. Hallelujah. That path she never traveled. It was a very difficult path. ഈ ഒരു അവസ്ഥയിൽ അവൾ ഇതുവരെ നടന്നു പോയിട്ടില്ല. ഇത് വളരെ പ്രയാസകരമായ ഒരു അവസ്ഥ. With a lot of shame and lot of questions in her heart. നാണക്കേടുകളും ചോദ്യങ്ങളും തന്റെ ജീവിതത്തിൽ തന്റെ ഹൃദയത്തിലേക്ക് ഉയർന്നു വരുന്നു. No answer but all. There is only one word from the angel, and that's all she has. ഒറ്റ വാക്ക് ഏഞ്ചൽ നിന്നല്ലാതെ മറ്റൊന്നും അവളുടെ മുമ്പിലേക്ക് A വന്നിട്ടില്ല. situation that she cannot explain to anybody. ആ ഒരു സാഹചര്യം മറ്റുള്ളവരോട് പറയുവാൻ പോലും കഴിയാത്തൊരവസ്ഥ. Amen. But its calling is from God. എന്നാൽ ദൈവമാണ് വിളിച്ചു വേർതിരിച്ചത്. Hallelujah. But she has to go the path. ആ പാതയിൽ കൂടി കടന്നുപോയ Someone in the church is facing the challenge of, amen, you are not able to explain your ministry. അവൻ ഇന്ന് ഈ പ്രഭാതത്തിൽ ഇവിടെ ആയിരിക്കുന്ന ചിലർക്ക് നിങ്ങളുടെ ശുശ്രൂഷയെ പറ്റി പറയുവാൻ എങ്ങനെ പോകണമെന്ന് കഴിയാത്ത ഒരു അവസ്ഥയിലൂടെ പോയിക്കൊണ്ടിരിക്കുന്നു. Amen. You don't know what to even tell people. മറ്റുള്ളവരോട് എങ്ങനെ പറയണമെന്ന് പോലും അറിയാതെ Mary don't know how to explain her situation. തന്റെ ഉള്ളിൽ പടർന്നു വീഴുന്ന ആ സാഹചര്യം മറ്റുള്ളവരോട്
പറയാൻ പോലും കഴിയാത്തൊരവസ്ഥ. Hallelujah. So what she decided. എന്നാൽ ഇങ്ങനെ അവള് ചിന്തിച്ചു. She went to the Elizabeth. A quite a distance to walk and visit Elizabeth. വളരെ ദൂരെ യാത്ര ചെയ്ത് എലിസബത്തിന്റെ അടുക്കിലേക്ക്. She doesn't know anything about. ഇതിനെപ്പറ്റി ഒന്നും എലിസബത്തിന് But she അറിയില്ല. went there for probably for some comfort. ചില ആശ്വാസം കിട്ടുവാൻ തക്കവണ്ണമാണ് എലിസബത്ത്. Maybe she wanted to be from the limelight and want to go away from people, from their community, and she wanted to be alone with a relative. ഈ സമൂഹത്തിൽ നിന്ന് ഓടി ഒളിക്കുവാൻ തക്കവണ്ണമാണ് അവള് എലിസബത്തിന്റെ അടുക്കിലേക്ക് ഓടി She പോകുന്നത്. walked into the hill country and be with Elizabeth. അവള് വളരെ ദൂരെ യാത്ര ചെയ്ത് ആ എലിസബത്തിന്റെ അടുക്കിലേക്ക് As പോകുന്നു. soon as she walked into the house of Elizabeth, ആ എലിസബത്തിന്റെ വീട്ടിലേക്ക് എടുത്തു ചെല്ലുമ്പോൾ hallelujah, all of a sudden something is happening. ചിലത് എന്തൊക്കെയോ സംഭവിക്കുന്ന ഒരു അവസ്ഥ There ഉണ്ടാകുന്നു. is another birth took place in the womb of Elizabeth. അവിടെ അവളുടെ ഉള്ളിൽ എലിസബത്തിന്റെ ഉള്ളിൽ മറ്റൊരു ജനനം നടന്നുകൊണ്ടിരിക്കുന്നു. Amen. And all of a sudden, വളരെ പെട്ടെന്ന് തന്നെ amen, there is a spirit baptism taking place in the womb of Elizabeth. ഉള്ളത്തിലുള്ള പിള്ള തള്ളുന്നതുപോലെ അവിടെ ഉള്ളത്തിൽ ഒരു പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം നിറയുന്നു. Hallelujah, glory to God. If Mary sat in her home and thinking and trying to figure out everything, സ്വന്തം ഭവനത്തിൽ നിന്ന് മാത്രം നിന്നിട്ട് അവൾ ഇതിനെപ്പറ്റി ചിന്തിച്ചുകൊണ്ട് മാത്രം ഇരുന്നെങ്കിൽ, but she traveled a road that she is uncomfortable. തനിക്ക് ആശ്വാസമല്ലാത്ത ചില പാതയിൽ കൂടിയ മേരി നടന്നു. Amen. When she went further to the place, എലിസബത്തിന്റെ ആ സ്ഥലത്തിലേക്ക് അവൾ ഓടിയെടുക്കുന്നു. that resulted in the baptism of the John the Baptist. അവിടെ എത്തുമ്പോഴാണ് ഒരു Hallelujah, glory to God. നടക്കുന്നത്. Amen. We need to travel the path that we have never traveled before. ഇതുവരെ നടക്കാത്ത ഇതുവരെ പോകാത്ത. Oh, glory, hallelujah, glory to God. Yes. When we reach there, നമ്മൾ അവിടെ എത്തിച്ചേരുമ്പോൾ, amen, someone will be baptized by the Holy Spirit of God. നമ്മൾ എത്തിച്ചേരുന്ന ഇടത്ത് ചിലരൊക്കെ അവിടെ But if we stand away from the path, നമ്മൾ ഈ വഴിയിൽ നിന്ന് മാറി നടക്കുവാണ്, if we shy away from the calling, നമ്മുടെ ദൈവത്തിന്റെ വിളിയിൽ if നിന്ന് we trying to calculate everything, നമ്മളെല്ലാം കണക്കുകൂടലോടെ if we stand amazed in front of unanswered questions, നമ്മൾ പലപ്പോഴും ഉത്തരം കിട്ടാതെ ചോദ്യങ്ങൾ കൂടി someone will not be baptized. ചിലർ അഭിഷേകം പ്രാപിക്കേണ്ടവർ ചിലർ യേശുവിന്റെ നാമത്തില് ചില ചലഞ്ചുകളുടെ മധ്യത്തില് ആമേൻ ഈ ദിവസങ്ങളില് മുന്നേറി പോകുമ്പോൾ, ആമേൻ ഇതുവരെ നടക്കാത്ത വഴിയിൽ നടക്കുമ്പോൾ, ആമേൻ ബന്ധപ്പെട്ട ചിലതിനെ ആത്മാവിൽ നിറയ്ക്കുവാൻ ദൈവത്തിന്റെ അധികാരം ഇറങ്ങി വരുമെന്ന് ദൈവാത്മാവ് കൃത്യമായി ഇടപെടുന്നു. Hallelujah, glory to God. Thank you, Jesus. Yes. Hallelujah. Hallelujah. We cannot stay home for all the answers. എല്ലാ ഉത്തരങ്ങൾക്കുമായിട്ട് നമ്മുടെ സ്വയം ഭവനത്തിൽ ഇരിക്കാൻ കഴിയത്തില്ല. Ministry will be unexplainable. നമ്മുടെ മുമ്പിലുള്ള ശുശ്രൂഷ ഒരു പക്ഷെ നമുക്ക് പറയാൻ പറ്റാത്ത രീതിയിലൊക്കെ ആയിരിക്കും. Because God did not announce to everybody the plan. തന്റെ ലക്ഷ്യങ്ങൾ, ദൈവത്തിന്റെ ലക്ഷ്യങ്ങൾ എല്ലാവരോടും എല്ലാം പറയത്തില്ല. He only told Mary, the angel of the God did not come into the Bethlehem town with a broadcast ministry and said, this is what happened, this is what is going to happen to Mary, so nobody should say anything bad about Mary, this is my plan. Did he say that? കടന്നു വന്ന ദൂതനെ മേരിയെ പറ്റി, മേരിക്ക് ഇത് സംഭവിച്ചിരിക്കുന്നു, ഇതാണ് സംഭവിക്കാൻ പോകുന്നത്, അങ്ങനെ എന്തെങ്കിലും ദൂതൻ വിളിച്ചു പറഞ്ഞു? No, he didn't say that. അങ്ങനെ വിളിച്ചു പറഞ്ഞില്ലല്ലോ. The revelation of the ministry was given to the person who is being called for the ministry. ആമേൻ. ആ ഒരു വിളിച്ചിരിക്കുന്ന വ്യക്തിക്ക് മാത്രമാണ് ആ വെളിപ്പാട് നൽകിയിരിക്കുന്നത്. So somebody, God's Holy Spirit is again talking. അവൻ എഗെയിൻ പരിശുദ്ധാത്മാവ് വ്യക്തമായി ഇവിടെ ആയിരിക്കത്തിലൂടെ വിളിച്ചു പറയുന്നു. Only you know what God told you. എന്താണ് ദൈവം പറഞ്ഞതെന്ന് നിങ്ങൾക്ക് മാത്രമേ അറിയത്തുള്ളൂ. Since he only told you, others may misunderstand you. നിങ്ങളോട് മാത്രം പറഞ്ഞത് ആ കോളിംഗ് മറ്റുള്ളവർക്ക് അറിയണമെന്നില്ല. But keep going in the path. ആ പാതയിൽ കൂടി തന്നെ മുമ്പോട്ട് When you reach there, അവിടെ എത്തിച്ചേരുമ്പോൾ, there is a other level of ministry is going to take place. മറ്റൊരു
മറ്റൊരു തലത്തിലേക്കുള്ള ശുശ്രൂഷ അവിടെ എടുക്കാൻ പോവുകയാണ്. Hallelujah. There will be a John the Baptist will be birthed over there that you didn't even know. ഇതുവരെ അറിയാത്ത മറ്റൊരു ജനനം അവിടെ നടക്കാൻ Amen. പോവുകയാണ്. Some births will take place. അവിടെ ചില ജനനങ്ങൾ നടക്കാൻ പോവുകയാണ്. Amen. Keep going, brother and sister. ആമേൻ. സഹോദര സഹോദരിമാരെ, നിങ്ങൾ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുക. Hallelujah. Path that amen, we have never traveled before. ഇതുവരെ സഞ്ചരിക്കാത്ത ചില പാതയിൽ കൂടി നിങ്ങൾ നടക്കുവാൻ ശ്രമിക്കുക. Hallelujah. Apostle Paul, that's what he's saying. അതാണ് പൗലോസ് അപ്പോസ്തലൻ ഇതിൽ കൂടി വിളിച്ചു പറയുന്നത്. Amen. So glory to God. He said, I am willing to walk that walk. ഞാൻ അതിലേക്ക് നടക്കുവാൻ തക്കവണ്ണം ഞാൻ I cannot explain my ministry to you. ആ ശുശ്രൂഷ നിങ്ങളോട് വിളിച്ചു പറയാൻ കഴിയുന്നില്ല. But I know one thing. ഒരു കാര്യം എനിക്കറിയാം. Whatever I have to bear and whatever I have to suffer, it doesn't matter because the call is greater than that. എനിക്ക് എന്നിൽ മേലുള്ള വിളി മുകളിൽ നിന്നാണ് ആയതുകൊണ്ട് എന്ത് സംഭവിക്കൊണ്ടു വന്നാലും ഒരു കാര്യവുമില്ല. Amen. I am willing to walk as a minister of God. We must be willing to walk that extra mile. ദൈവത്തിന്റെ Hallelujah. ശുശ്രൂഷകൻ എന്ന കോളികളുള്ളിടത്തോളം കാലം ഞാൻ ആ അധിക ദൂരം ദൈവത്തിന് വേണ്ടി നടക്കാൻ പോവുകയാണ്. Oh, hallelujah. Let's talk about Jeremiah a little bit. യെരമ്യാവിനെ പറ്റി ചില കാര്യങ്ങളോട് ഞാൻ നിങ്ങളോട് മുമ്പോട്ട് I told you this morning I'm only bringing what the Holy Spirit gave me, the message for some people here. ഇവിടെ ആയിരിക്കുന്ന ചില വ്യക്തികളോട് പരിശുദ്ധാത്മാവ് തന്ന ചില ദൂത് മാത്രം വിളിച്ചു. I mean, someone listening to me online, some ministers who are struggling, God is speaking to you also. അവൻ എന്നെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഓൺലൈനിൽ കൂടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ചില ശുശ്രൂഷകളോട് ദൈവം വിളിച്ചു I പറയുന്നത്. mean, some of you are struggling, or thus hearing me struggling. You are in a point where you are thinking that it's over. I mean, I cannot explain my ministry. Nobody listening to me. I mean, I am unsuccessful. I don't know what to do, and you are about to give up and fold. എന്റെ ശുശ്രൂഷ ജയകരമല്ല, എനിക്ക് മതിയായി മടുത്തു, ഇനി മുമ്പോട്ട് പോകാൻ കഴിയത്തില്ല എന്ന് പറയുന്ന വ്യക്തികളോട് വിളിച്ചു പറയുന്നത്. But God has a message for you. ഇന്ന് പ്രഭാതത്തിൽ സർവശക്തനായ ദൈവത്തെ നിങ്ങളോട് വിളിച്ചു പറയുന്നത്. Jeremiah was anointed from the womb. ആ ഉള്ളത്തിൽ തന്നെ അഭിഷേകപ്പെട്ട ഒരു വ്യക്തി. His calling was upon him. അവന്റെ മുകളിൽ ഒരു വിളി ഉണ്ടായിരുന്നു. Chapter 1 verse 8, 9 we read that he was anointed in the womb itself. ആ ഉള്ളത്തിൽ തന്നെ അഭിഷേകത്താൽ ആയിരിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു യെരമ്യാവ്. But chapter 1 itself verse 18 and 19 when we read, ഒന്നാം അധ്യായം 18-19 നാം വായിക്കുമ്പോൾ God said a priest, kings and people will come against you. The priests, the പുരോഹിതന്മാരും രാജാക്കന്മാരും വ്യക്തികളും നിനക്കെതിരെ വരും. Hallelujah. അവനെതിരെയായിട്ട് പുരോഹിതന്മാരും രാജാക്കന്മാരും വരുമെന്ന് വിളിച്ചു പറഞ്ഞു. That's not an encouraging thing, right? അതൊരിക്കലും ഒരു എൻകറേജ് ചെയ്യുന്ന ഒരു വാക്യമായി. I mean, if I am anointed from the womb to call and prophesy, why is God saying that they will come against me? ഉദരത്തിൽ തന്നെ അഭിഷേകം കിട്ടിയ ഒരു വ്യക്തിയോട് ഇങ്ങനെ ദൈവം പറയുമ്പോൾ അതൊരു ഉത്സാഹപ്പെടുത്തുന്ന വാക്യമാണ്. If I'm called for the ministry, some of us believe that every opposition must go away and everything that I say must be accurate and everything in front of me must be smooth. ഞാൻ ഒരു ദൈവത്തിന്റെ വിളിക്കായി ശുശ്രൂഷയ്ക്കായി ദൈവം വിളിച്ചിറക്കിയെങ്കിൽ എന്റെ മുമ്പിലുള്ള എല്ലാ പാതകളും നേരെ ആയിരിക്കണമെന്ന് ആഗ്രഹിക്കുന്നു. God himself said they will come against you. ദൈവം തന്നെയാണ് അവനോട് പറയുന്നത് എല്ലാ ജനവും നിനക്കെതിരായി വരും. Going forward, where is he? മുമ്പോട്ട് പോകുമ്പോൾ എവിടെയാണ് യെരമ്യാവ്? Jeremiah provided most of the time in the prison. എപ്പോഴും ഒരു ജയിലറയിൽ അടയ്ക്കപ്പെട്ട ഒരു വ്യക്തി. I mean, whatever he says, the people don't listen to him. എന്തൊക്കെ ജനത്തോട് പറയുന്നു അവരെ ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു അവസ്ഥ. And I said previously, 50 years he ministered, it seems like nobody listened. 50 വർഷം വെച്ചാലും ആരും കേൾക്കാത്ത ഒരു അവസ്ഥയായിരിക്കുന്നത്. Oh, this morning when I was meditating the word of God, something immediately came to my head. അവൻ പ്രഭാതത്തിൽ വചനം ധ്യാനിച്ചുകൊണ്ടിരിക്കുന്ന ചില പ്രത്യേക ദൂത് എന്റെ മനസ്സിലേക്ക് വന്നത്. Up until now I thought that in this ministry he worked like that 50 years nothing happened. 50 വർഷം ഇത്രയും കഷ്ടപ്പെട്ടിട്ട് ഒന്നും സംഭവിക്കാത്ത ഒരു അവസ്ഥയിലാണെന്ന് തോന്നി. A minister walked alone and lived alone. ഏകനായി ദൈവത്തിന് വേണ്ടി വർക്ക് ചെയ്തവൻ. His prophecies nobody paid attention. അവന്റെ പ്രവചന ദൂതിന് മുമ്പാകെ ആരും ശ്രദ്ധ കൊടുക്കാത്ത അവസ്ഥ. Then come into the book of Daniel. ദാനിയേൽ പുസ്തകത്തിലേക്ക് വരുമ്പോൾ The greatest man in the Babylon, that he had everything but he's been used for God. ഏറ്റവും വലിയ വ്യക്തി, ദൈവത്തിന് വേണ്ടി ഉപയോഗിക്കപ്പെട്ട വ്യക്തി. So one day he had a question. ഒരു ദിവസം ഒരു ചോദ്യം അവന്റെ ഉള്ളിൽ കടന്നു വന്നു. What is the future
future of my people? എന്റെ ജനത്തിന്റെ ഭാവി എന്താകും? Oh, he didn't know the answer. എന്താണെന്നുള്ള ഒരു ഉത്തരമില്ലാത്ത അവസ്ഥ. All of a sudden he began to read. അവൻ പെട്ടെന്ന് വായിക്കുവാൻ തുടങ്ങി. Chapter 9 we read like this. 9-ാം അധ്യായം ഇങ്ങനെ വായിക്കുന്നു. He began to read the book of Jeremiah. യെരമ്യാവിന്റെ പുസ്തകമാണ് അവൻ All of വായിച്ചുകൊണ്ടിരിക്കുന്നത്. a sudden he said the 70-week prophecy of Jeremiah. യെരമ്യാവിനെ പറ്റിയുള്ള 70 ആഴ്ചത്തെ പ്രവചനമാണ് അത് കാണുന്നത്. Oh, that began to inspire Daniel. ദാനിയേലിനെ അത് വായിച്ചപ്പോൾ ഉത്സാഹപ്പെടുത്താൻ തുടങ്ങി. Daniel began to pray supplication and fasting. അവിടെ നിന്ന് ഉപവാസത്തിലും പ്രാർത്ഥനയുമായി ദാനിയേൽ ഇരിക്കാൻ തുടങ്ങി. And the 70-week mystery God revealed it to him. 70 ആഴ്ചയിലുള്ള മർമ്മ രഹസ്യങ്ങൾ ദൈവം അവന് വെളിപ്പെടുത്തി കൊടുക്കാൻ And തുടങ്ങി. he said at the time of Messiah to be cut and the things are going to change. ഈ കാര്യങ്ങളെല്ലാം ചേഞ്ച് ചെയ്യാൻ പോവുകയാണ്. Where did that come from? എവിടെ നിന്നാണ് അത് വന്നത്? From the prophecy of Jeremiah. യെരമ്യാവിന്റെ ആ പ്രവചനത്തിൽ നിന്നല്ലേ വന്നത്. Hallelujah. Later on, someone was inspired. ആ പുസ്തകത്തിൽ നിന്നുള്ള മറ്റു പിന്നീട് ഈ വ്യക്തി ഇൻസ്പയർ ചെയ്തു. Brother and sister, this is the message again. വീണ്ടും ഈ ഒരു ദൂത് വീണ്ടും നിങ്ങളോട് വിളിച്ചു പറയട്ടെ. You will pray, you will preach, you will teach, and you will do a lot of things. People may not understand it. You may think there is nothing happened. Nothing, probably nothing will happen in your generation time. But after that, someone else will pick up on that word, and that will inspire them. That will challenge them. That will bring them to the fruition of the result. ആമേൻ. നിങ്ങളെ ഈ ആയിരിക്കുന്ന തലമുറ നിങ്ങളെ പഠിപ്പിക്കുന്നത്, നിങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത്, ഒരു പക്ഷേ നിങ്ങളെ ഈ ആയിരിക്കുന്ന തലമുറയെ നടക്കുന്നില്ലെങ്കിൽ പോലും വരും തലമുറ നിങ്ങളുടെ പുസ്തകങ്ങൾ നിങ്ങൾ ആയിരിക്കുന്നത്, നിങ്ങൾ കൊടുത്തിരിക്കുന്നത് ഏറ്റെടുത്ത് ദൈവത്തിന് വേണ്ടി നിൽക്കുന്ന അവസ്ഥയായിരിക്കും. Or something, the seed that you put into the heart of some people, that you may think that was nothing happened. Give a time. It could be some 50 years later. Hallelujah. That very thing that you taught, the very thing that you spoke, that will come out as a ministry of mission. ഈ കാലഘട്ടത്തിൽ നിങ്ങൾ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ഇടുന്ന ഒരു വിത്തായിക്കോട്ടെ, 50 വർഷങ്ങൾക്ക് ശേഷം അതൊരു ദൈവത്തിന് വേണ്ടി നിൽക്കുന്ന ഒരു വ്യക്തിയായി അവർ വളർന്നു വരും. Hallelujah. Don't underestimate your ministry. ഒരിക്കലും നിങ്ങളുടെ ശുശ്രൂഷയെ താഴ്ത്തി കാണരുത്. Amen. Don't be confused about your ministry. നിങ്ങളുടെ ശുശ്രൂഷയെ സംശയ വിചാരത്തോടെ നോക്കി കാണരുത്. Don't measure the result of your ministry. നിങ്ങളുടെ ശുശ്രൂഷയുടെ റിസൾട്ടിനെ നിങ്ങൾ അളന്നു നോക്കരുത്. Hallelujah. Examine with God only that. Are you hearing? Are you tuned to the voice of God? ദൈവമേ എന്റെ പ്രാർത്ഥന കേൾക്കുന്നു, ദൈവത്തിന്റെ വിളി കേൾക്കുന്നു എന്ന് മാത്രം നോക്കുക. As long as you are in perfect line with that communication, ദൈവവുമായിട്ടുള്ള യഥാർത്ഥമായ ബന്ധമുണ്ടെങ്കിൽ keep going. നിങ്ങൾ മുമ്പോട്ട് Keep doing. നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുക. Hallelujah. Lord is the one going to do the work. ആ കർത്താവാണ് നിങ്ങൾക്ക് വേണ്ടി വേലയെ തികക്കുവാൻ ശക്തനായി. Amen. Jeremiah traveled a road that hallelujah nobody traveled before. ഇതുവരെ ആരും ചലിക്കാത്ത ചില അവസ്ഥകളിൽ കൂടിയാണ് യെരമ്യാവ് പോയത്. But Jeremiah himself did not know, but later that inspired Daniel. യെരമ്യാവ് അറിഞ്ഞതുപോലുമില്ല, എന്നാൽ പിന്നീട് ദാനിയേലിന് അതൊരു ഇൻസ്പിറേഷനായി മാറിയില്ലേ. Hallelujah, glory to God. So number one, hallelujah, we learned that Paul is saying, this path we may have suffering, but we should not give up. ഞങ്ങൾ കടന്നു പോകുന്ന അവസ്ഥ, ഞങ്ങൾ കഷ്ടതകൾ, അതൊരിക്കലും ഉപേക്ഷയായി വിചാരിക്കരുത്. പൗലോസ് അപ്പോസ്തലൻ ഒന്നാമത് പറയുന്നു. Number two, the path we travel, we may not have all the answer, but in the most difficult and challenging moment, God himself will send your help. ഉത്തരങ്ങളില്ലാത്ത ചില പാതകളിൽ കൂടി നിങ്ങൾ നടന്നു പോയിക്കൊണ്ടിരിക്കാൻ ദൈവം ഒരു അവസ്ഥയിലെത്തുമ്പോൾ നിങ്ങൾക്ക് വേണ്ടി ഒരുവരെ അയക്കുമെന്ന് വിളിച്ചു പറഞ്ഞു. Number three, that is the path you travel, the ministry that you are doing it. You may not have an approval and acceptance, and you probably don't see any result now, but don't underestimate some point in life, that will have a result. നിങ്ങൾ കടന്നു പോകുന്ന ഈ ശുശ്രൂഷ, നിങ്ങൾ ഉൾക്കൊണ്ടിരിക്കുന്ന ശുശ്രൂഷയിൽ ഒരുപക്ഷെ ഇപ്പോഴും ഒരു ഉത്തരമില്ലായിരിക്കാം, ഇതിനൊരു ഫലമില്ലാതിരിക്കാം, എന്നാൽ മുമ്പോട്ട് ഓടുമ്പോൾ ഒരു അവസ്ഥയിൽ നിങ്ങൾക്ക് നിങ്ങളുടേതായ ഫലം ലഭിക്കും. Let me bring one more person in front of you. ഒരു വ്യക്തിയെ കൂടി നിങ്ങളുടെ മുമ്പിലേക്ക് കൊണ്ടുവരട്ടെ. There is a prophet called Micaiah. മിഖായ എന്നൊരു പ്രവാചകനെ He was a prophet in the king's court of Ahab. But there were 450 other
prophets too. 450 പ്രവാചകന്മാരും ആ They കൊട്ടാരത്തിലുണ്ടായിരുന്നു. all prophesied what Ahab wants to hear. യഹോബ് കേൾക്കേണ്ടത് എന്താണോ ആഗ്രഹിച്ചത് എന്താണോ അത് 450 പ്രവാചകന്മാർ But പറഞ്ഞു. Micaiah always had a word of what God wanted him to say. എന്നാൽ ദൈവം അവനിൽ കൂടി പറയേണ്ടത് എന്താണോ അതാണ് മിഖായ പറഞ്ഞത്. But one day Ahab brought him over there and said, യഹോബ ഒരു ദിവസം അവനെ കൊട്ടാരത്തിൽ കൊണ്ടുവന്നു. you don't say a good thing about me, at least today you say something ഇതുവരെ good about നീ me. എന്നെ പറ്റി നല്ലതൊന്നും പറഞ്ഞിട്ടില്ല. ഇന്ന് നീ അറ്റ്ലീസ്റ്റ് നീ നല്ലത് പറയണമേ. Because I am ready to go for a battle. ഞാൻ ഒരു യുദ്ധത്തിനായി പുറപ്പെടാൻ പോവുകയാ. Micaiah said like this, ഇങ്ങനെയാണ് മിഖാവ് പറഞ്ഞത്. I can only say what God gives in my tongue. എന്റെ നാവില് ദൈവം എന്താണോ തന്നോ അത് മാത്രമേ ഞാൻ പറയത്തുള്ളൂ. It doesn't matter what it is. You may have all the majority may say one thing. ആമേൻ. നിന്റെ മുമ്പിലുള്ള സർവ്വ പ്രവാചകന്മാരും എന്ത് പറഞ്ഞെന്ന് എനിക്ക് കാര്യമില്ല. 450 said, go king go, you will be victorious. ആമേൻ. 450 പ്രവാചകന്മാരും പറഞ്ഞു നീ പൊക്കോളൂ നിനക്ക് വിജയം തന്നെ ആയിരിക്കും. Micaiah said you will not come back. മിഖായാവ് പറഞ്ഞു നീ പോയടത്ത് നീ തിരിച്ചു വരത്തില്ല എന്ന് പറഞ്ഞു. That was the last prophetic word he said. അങ്ങ് ആ ഒരു പ്രവചനമാണ് അവൻ പറഞ്ഞത്. Hallelujah. Short-lived prophecy. ആമേൻ. വളരെ ഹ്രസ്വദൂരമായിട്ടുള്ള ഒരു പ്രവചനം. Amen. He knew his life will be difficult. വളരെ പ്രയാസകരമായ ഒരു ജീവിതത്തിലേക്ക് പോകുന്നു അവൻ അറിയാമായിരുന്നു. Hallelujah. There is no record in the Bible afterwards. He said one another prophecy. മിഖായാവിന് അത് കഴിഞ്ഞിട്ട് മറ്റൊരു പ്രവചനം അവന്റെ നാവിൽ നിന്ന് വന്നതായിട്ട് നാം കാണുന്നില്ല. That was the last thing he said. ആ അവസാനത്തെ പ്രവചനമായിരുന്നു നാവിൽ കൂടെ വന്നത്. But as a minister of God, that even though he had to travel that way, he was unwilling to compromise. ആമേൻ. അവൻ ആ പാതയിൽ കൂടി നടക്കുമ്പോൾ ഒരിക്കലും അവൻ അവരുമായിട്ട് കോംപ്രമൈസ് ചെയ്യുവാൻ ആഗ്രഹിച്ചിരുന്നില്ല. Child of God, whether small or big ministry, whatever we do, please never fall into the trap and go with the majority. Always tune to what God says to you. ദൈവമക്കളെ, പ്രഭാതത്തിൽ നിങ്ങൾക്ക് ചെറുതും വലുതുമായ ഏത് ശുശ്രൂഷ ആയിക്കോട്ടെ നിങ്ങൾക്ക് തന്നിരിക്കുന്നത് വിശ്വസ്തയോടെ നിങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോവുക. Hallelujah. The road, maybe there is a short traveled road. ഒരു പക്ഷേ ചെറിയ ഒരു പാതയായിട്ട് നിങ്ങൾക്ക് തോന്നുമായിരിക്കും. But let the legacy say that the last word was what he got from God and not from any man. എന്നാൽ അവസാനം അവൻ ദൈവത്തിൽ നിന്ന് കേട്ടത് മാത്രമാണ് അവൻ അവിടെ വിളിച്ചു പറഞ്ഞത്. If we breathe our last, let it be that way, that stood for the Lord, died for the Lord. നമ്മുടെ ജീവിതം അന്ത്യശ്വാസമാണെങ്കിൽ പോലും ദൈവത്തിന് വേണ്ടി നിൽക്കുക, ദൈവത്തിന് വേണ്ടി വേല ചെയ്യുവാൻ ശ്രമിക്കുക. That's what Apostle Paul taught us. അതാണ് പൗലോസ് അപ്പോസ്തലൻ കൂടി നമ്മെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. We should be willing to travel that way. അങ്ങനെയുള്ള ആ ഒരു സാഹചര്യത്തിൽ കൂടിയായിരിക്കണം നാം പോകേണ്ടത്. Not only Apostle Paul, that's what Jesus taught us. അതാണ് യേശുക്രിസ്തു നമ്മോട് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. Hebrews chapter 13 verse 11 and 12 we read like this. എബ്രായർക്ക് എഴുതിയ ലേഖനം 13-ാം അധ്യായം 11-12 ഇങ്ങനെ പറയുന്നു. 13, 11, 12 ഇങ്ങനെ വായിക്കുന്നു. Even Jesus, he went outside of the city gate. യേശുക്രിസ്തു നഗരവാതിലിന് അവനെ വെളിയിലേക്ക് കൊണ്ടുപോയി. And he suffered and died for us. അവിടെയാണ് കഷ്ടം അനുഭവിച്ചത്. He traveled a path that no other human being ever traveled. മറ്റൊരു മനുഷ്യനും സഞ്ചരിക്കാത്ത പാതയിൽ കൂടിയാണ് യേശുക്രിസ്തു പോയത്. Old Testament, the ritual is that you bring an animal into the city, into the temple, kill the animal, take the blood and take to the holy place and sprinkle there, and take the body outside of the camp and burn it. ആമേൻ. പഴയ നിയമത്തിൽ പറയുന്നു ആടിനെ കൊണ്ടുവന്നിട്ട് കില്ല് ചെയ്ത് ആ യാഗപീഠത്തിൽ വെച്ചിട്ട് അതിന്റെ വേസ്റ്റ് വെളിയിൽ കൊണ്ട് കളയും. The body, the entire body for that day of atonement will be burned outside. ആമേൻ. അത് വെളിയിൽ നഗരവാതിൽ വെളിയിൽ അത് ചുട്ടുകരിക്കണം. But you know what our Lord Jesus done? എന്താണ് ക്രിസ്തു നമുക്ക് വേണ്ടി ചെയ്തത്? He himself went outside of the gate and he suffered for us outside.
That is the model that he gave it to us. ക്രിസ്തു നമുക്ക് വേണ്ടി വെളിയിൽ പോയി നമുക്ക് വേണ്ടി കഷ്ടത അനുഭവിച്ചു. Bro, chapter verse 13, 12 verse 13, 12 and 13 when we read it says, so let us also go outside of the camp, outside of the gate city and suffer the reproach for him. ആമേൻ. നമുക്കും അതുപോലെ 12-ാം വചനത്തിൽ പറയുന്നു, അതുപോലെ തന്നെ നമുക്കും നഗരവാതിലിന് പുറത്തു പോയി നമുക്കും ഈ കഷ്ടത അനുഭവിക്കാമെന്ന് വിളിച്ചു പറയുന്നു. Jesus traveled a road that it was not pleasant. നന്നായി തോന്നാത്ത ഒരു പാതയിൽ കൂടി തന്നെയാണ് ആ ക്രിസ്തുവും യേശു ക്രിസ്തുവും യാത്ര That is the type of ministry that God expects from us. അങ്ങനെയുള്ള ഒരു ശുശ്രൂഷയാണ് നമ്മളിൽ കൂടി ദൈവം പ്രതീക്ഷിക്കുന്നത്. Not in the comforts, not always really living in a very different lifestyle that if we're not willing to go in that route. I want to say, brothers, young ministers who are willing to serve the Lord, ministry is never a profession, it is a service. ശുശ്രൂഷ ഒരിക്കലും ഒരു ജോലിയല്ല, ഇത് ദൈവത്തിന് വേണ്ടി ചെയ്യുന്ന ഒരു വേലയാണ്, ഒരു വേലയായിട്ടാണ് സഹോദരങ്ങളെ നമ്മൾ കാണേണ്ടത്. The moment it become profession, our followers will not have a model to imitate us. നിങ്ങളുടെ മുമ്പിലുള്ള ശുശ്രൂഷയെ അതൊരു ഒരു പ്രൊഫഷണൽ എടുത്തു കഴിഞ്ഞാൽ നമ്മളെ ഒരു മാതൃകയാക്കാൻ തക്കൊണ്ട് നമ്മുടെ പിന്നാലെ ഉള്ളവർക്ക് കഴിയത്തില്ല. But when it become a service, ആമേൻ, ഒരു ശുശ്രൂഷയായിട്ട് നാം എടുക്കുവാണെങ്കിൽ, amen, that's where God will perfect us. അവിടെയാണ് ദൈവം നമ്മളെ തികവുള്ളവരായി വാർത്തെടുക്കുന്നത്. We need to travel that road the apostles and Jesus went. അപ്പോസ്തലന്മാരും യേശു ക്രിസ്തു പോയ ആ പാതയിൽ കൂടി ആയിരിക്കണം നാം കടന്നു പോകുന്നത്. Jesus went outside of the camp and became a sacrifice for us, and the same chapter, the next verse says, let us also do that. ആമേൻ. നഗരവാതിലിന് പോയി നമുക്ക് വേണ്ടി കഷ്ടത അനുഭവിച്ചു മരണപ്പെട്ടു, അതുപോലെ തന്നെ നമ്മളും ചെയ്യുവാൻ തക്കണം അടുത്ത അധ്യായത്തിൽ വിളിച്ചു പറയുന്നുണ്ട്. If he was willing to do that, ആ ക്രിസ്തുവിന് നമുക്ക് വേണ്ടി ചെയ്യുവാൻ കഴിയുമെങ്കിൽ, the Holy Communion is talking to us that he went outside and that is completely, his body was broken down for ആമേൻ. us. തിരുമേശ വിളിച്ചു പറയുന്നത് അവൻ നഗരവാതിലിൽ പോയി നമുക്ക് വേണ്ടി സ്വന്തം ശരീരം ചിന്നിയിരിക്കുന്നു. And that's what we are remembering here. അതാണ് നാം ഇന്ന് ഇവിടെ ഓർത്തുകൊണ്ടിരിക്കുന്നത്. The Holy Communion is not only just a remembering that God suffered for us, but it is a challenge, it is a motivation for us that we need to travel the similar path that the suffering is part of our ministry. ആമേൻ. കർത്തൃമേശയിൽ കൂടി ക്രിസ്തു നമുക്ക് വേണ്ടി കഷ്ടത അനുഭവിച്ചതും തകർന്നടിഞ്ഞതും മാത്രം ഓർക്കുക മാത്രമല്ല, അവന് വേണ്ടി നമ്മളും തകർന്നടിയുന്നത് കഷ്ടതയോടുകൂടി മുന്നോട്ട് പോകുന്നതാണ് വിളിച്ചു പറയുന്നത്. When we become a child of God, there will be difficulties in our life. പ്രശ്നങ്ങൾ ഒരു ദൈവ പൈതലാവുമ്പോൾ പ്രശ്നങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ട്. I mean, each one of us a different path to travel. ചില ഇവിടെ ആയിരിക്കുന്ന പലർക്കും പല വഴികളിൽ കൂടിയാണ് മുമ്പോട്ട് ഓടേണ്ടത്. And because God chose that path, ദൈവമാണ് ആ പാതകളൊക്കെ തിരഞ്ഞെടുത്തത്. because he knows in which path he can perfect me. ഏത് പാതയിൽ കൂടി പോയാൽ അവൻ തികവുള്ളവനാവുമെന്ന് ദൈവത്തിന് അറിയാം. He knows in which path that he can use me. എന്നെ ഏത് പാതയിൽ കൂടി പോയി കഴിഞ്ഞാൽ അവനെ ഉപയോഗപ്പെടുത്താമെന്ന് ദൈവത്തിന് അറിയാം. Please don't rebel with God in that path. Don't question that path. ആമേൻ. ആ പാതയിൽ കൂടി കടന്നുപോകും ദൈവത്തെ ചോദ്യം ചെയ്യാൻ മുതിരല്ലേ. This morning when we come to the Holy Communion, ഈ കർത്തൃമേശയുടെ മുമ്പാകെ നമ്മൾ ഈ പ്രഭാതത്തിലേക്ക് അടുത്തു വരും. one of the things that we want to surrender is, ഒരു കാര്യം നമ്മൾ കാര്യങ്ങൾ ഒന്ന് നമുക്ക് ദൈവസന്നിധിയിൽ സമർപ്പിക്കേണ്ടത്. Lord, in my life that I am looking for answers. ഞാൻ എൻ്റെ ജീവിതത്തിൽ ചില ഉത്തരങ്ങൾക്ക് വേണ്ടി ഞാൻ നോക്കിക്കൊണ്ടിരിക്കുന്നു. Sometimes I'm hesitated to travel the ministry, the path that you showed me. എന്നെ കാണിച്ചിരിക്കുന്ന ആ പാതയിൽ കൂടി പോകാൻ ഞാൻ നിരസിച്ചു മാറി നിൽക്കുന്നു. I mean, sometimes I am trying to define my own ministry. ഞാൻ എൻ്റെ ശുശ്രൂഷയെ ഞാൻ തന്നെ കാൽക്കുലേറ്റ് ചെയ്തു പോകുന്ന അവസ്ഥ. But Lord, this morning I surrender to you. ഇന്ന് പ്രഭാതത്തിൽ അങ്ങയുടെ മുമ്പാകെ ഞാൻ എന്നെ തന്നെ താഴ്ത്തി ഏൽപ്പിക്കുന്നു. Me and my family, that we are surrendering to you. ഞാനും എൻ്റെ കുടുംബവും അങ്ങയുടെ മുമ്പാകെ താഴ്ത്തി ഏൽപ്പിക്കുന്നു. What path you want us to go? അങ്ങേക്ക് ഏത് പാതയിൽ കൂടിയാണ് അടിയങ്ങൾക്ക് പോകേണ്ടത്? Help us to go in that path with whatever we have. ഞങ്ങൾക്കുള്ളതുപോലെ ആ പാതയിൽ കൂടി കടന്നു പോകുവാൻ ഞങ്ങളെ സഹായിക്കണം. Hold on to us and lead us in that path, O Lord. ആ പാതയിലേക്ക് ഞങ്ങളെ നയിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. And when we go through that, ആ പാതയിൽ കൂടി നമ്മൾ കടന്നു പോകുമ്പോൾ, when Jesus became a sacrifice outside of the camp, that's
hell, that was the saving place for you and me. ആ നഗരവാതിലിന് പുറത്ത് നമുക്ക് വേണ്ടി യാഗമായത് അത് നമുക്കൊരു രക്ഷയുടെ അവസ്ഥയായി നമ്മുടെ ജീവിതത്തിലേക്ക് വരും. So we are praying this morning before we reach out to the Lord's Supper. നമ്മൾ ഈ കർത്തൃ മുമ്പാകെ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ, Lord, use me and my family for saving many people, bringing others into the saving grace of Jesus Christ. ആമേൻ. ആ ക്രിസ്തുവിന്റെ സ്നേഹം എന്നെയും എന്റെ കുടുംബത്തെ ക്രിസ്തുവിന്റെ സ്നേഹത്തിലേക്ക് കൊണ്ടുവരുവാൻ ദൈവമേ ഇടയാക്കണമേ. If with this path, if I have to travel for a little while lonely or with pain and suffering and whatever it is, oh Lord, I am willing to take it. But I want one thing to be making sure that, oh Lord, use me for thy glory. ഏകനായിട്ട് നടക്കേണ്ടി വന്നാലോ അത് പോകുന്ന പാതകള് എന്റെ ദൈവത്തിന്റെ ബഹുത്വത്തിന് വേണ്ടി ആയിരിക്കണമേ എന്ന് ഞാൻ അപേക്ഷ ചെയ്യുന്നു. Amen. Anoint some people when I go and use for your glory. ആമേൻ. കടന്നു പോകുന്നിടത്ത് ചിലരെ ഒന്ന് അഭിഷേകത്തോടെ ദൈവത്തിന് വേണ്ടി നിൽക്കുന്ന ചിലവരെ വേർതിരിക്കണമേ. Amen. Let my life and my children's life for the edification and building of some people, Lord. എന്റെ കുഞ്ഞുങ്ങളെ മറ്റുള്ളവരെ വാർത്തെടുക്കുവാനും മുമ്പോട്ട് എടുക്കുവാൻ തക്കവണ്ണം ഇടയാക്കണമേ. Oh Lord, I come to this Lord's Supper. I thank you, but at the same time I plead to you, Lord, that bless the ministry in front of me. കർത്തൃമേശയ്ക്ക് വന്നു വരുന്നത് വളരെ സന്തോഷകരമായി, എങ്കിലും മറ്റുള്ളവർക്ക് അനുഗ്രഹിക്കപ്പെട്ട രീതിയിൽ ഞങ്ങളെ നടത്തണമേ. Hallelujah. Let's pray the prayer. ആമേൻ. അങ്ങനെ നമുക്ക് ആ പ്രാർത്ഥനയോടെ നമുക്ക് പോകാം. Let every one of us remember what the Lord has done. എന്താണ് കർത്താവ് നമുക്ക് വേണ്ടി ചെയ്തതെന്ന് എല്ലാവരും ഒന്ന് ഓർക്കുക. And submit ourselves to do something for the Lord. ദൈവത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്യാൻ നമ്മെ തന്നെ താഴ്ത്തി